ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരാനും ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. ദൈവവചനത്തെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അത് മറ്റ് ഒരിടത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ അസറ്റ്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂലധനമാണ് കർത്താവിന്റെ വചനം. അതായത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഉറപ്പ്, ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിക്കുമെന്ന വലിയ ബോധ്യമായിരുന്നു അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു ബോധ്യമല്ല പ്രിയപ്പെട്ടവർ, അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്ന ഒരു ബോധ്യമാണ്. എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം അതിനെ നിവർത്തിക്കുമെന്ന ബോധ്യം. അതൊരു സാധാരണ ബോധ്യമല്ല. അതൊരു സാധാരണ ബോധ്യമല്ല. എന്നോട് വാക്ക് പറഞ്ഞതിനെ നിവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലുള്ള നമുക്കുള്ള ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ്, എന്നോട് വാക്ക് പറഞ്ഞ ദൈവം ആ വാഗ്ദത്തത്തെ നിവർത്തിക്കും. അതായത് എന്നോടൊരു വാക്ക് കർത്താവ് പറഞ്ഞതാണെങ്കിൽ അത് നിവർത്തിപ്പാൻ അവൻ ശക്തൻ. ആ ഒരു ബോധ്യം നമുക്ക് എവിടുന്നാണ് വരുന്നത്? കർത്താവിന്റെ വചനത്തിലുള്ള ഉറപ്പാണ്. കർത്താവിന്റെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേർചുരുളിക്കുന്നത് ആ ദൈവവചനം. അതായത് ദൈവവചനം ഇല്ലാത്ത ഒന്ന് അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് തെറ്റായിട്ട് തോന്നിയേക്കാം. പക്ഷെ തെറ്റായ കാര്യമല്ല. ആ പറയുന്നതിനെ അവിടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശക്തി ആ വചനത്തിൽ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷെ അവൻ പറഞ്ഞപ്പോ ആ വചനം വെളിച്ചത്തെ അവിടെ സൃഷ്ടിച്ചു. അതാണ് ദൈവവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യത്തിലും നമ്മുടെ ഏറ്റവും വലിയ മൂലധനമാണ് ദൈവവചനം, ക്യാപിറ്റൽ. അത് ഹല്ലേലൂയ. ഏത് മേഖലകളിലും നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരു വലിയ സമ്പത്തുണ്ടെന്നിരിക്കട്ടെ, മൂലധനം, അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ. അദ്ദേഹത്തിന്റെ പല ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ പല സ്ഥലത്തേക്ക് അതിനെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്യാപിറ്റലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ആരോഗ്യ മേഖലകളില്, നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത്, നമ്മുടെ സമ്പത്തില്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്മേൽ, നമ്മുടെ ഭാവിയുടെ മേൽ, നമ്മുടെ ദർശനത്തിന് മേൽ, നമ്മുടെ ശുശ്രൂഷയുടെ പോലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ മൂലധനമാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ നിങ്ങൾ എത്രത്തോളം ദൈവവചനത്തെ അതിന്റെ പ്രാധാന്യത്തോടെ കാണുന്നു, അത്രത്തോളം ആ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ പ്രവൃത്തികൾ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വചനത്തിന് കഴിയും. വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുന്നത്. വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ വിളിച്ചു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറന്നുപോകരുത്. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനം. ദൈവവചനത്തോടുള്ള നമ്മുടെ ബന്ധം, ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം എത്രത്തോളം ഗൗരവത്തോടെ ആയിരിക്കുന്നു, എത്രത്തോളം, അതായത് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ദൈവവചനത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ ബന്ധം. അതായത് എന്നോടുള്ള വചനമാണ്, എന്നോടുള്ള ദൈവത്തിന്റെ വചനം. അതെന്നിൽ നിവർത്തിപ്പാനായിട്ട് ദൈവം ശക്തനാണ്. ആ ഒരു ബോധ്യമില്ലേ, ആ ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ സ്ഥിതി മാറും. ആ ഒരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത്. എന്നോട് വാക്ക് പറഞ്ഞ കർത്താവ് നിവർത്തിപ്പാൻ ശക്തൻ. നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാനുള്ള അധികാരം ലഭിച്ചു. അപ്പൊ കർത്താവിന്റെ വചനം, കർത്താവിനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ദൈവ മക്കളാകാനുള്ള അധികാരം. അപ്പൊ നമ്മള് ഈ ദൈവവചനത്തെ വിശ്വസിച്ചത് നിമിത്തം, ദൈവവചനത്തെ വിശ്വസിച്ചതിലൂടെ നാം ആയി തീർന്ന് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തതായ ഒരു വലിയ പദവിയിലേക്ക് നമ്മളായി തീർന്നു. അതായത് നമുക്കറിയാം, യോസഫിന്റെ ജീവിതത്തില്, യോസഫ് യാക്കോബിന്റെ വീട്ടിലായിരുന്നപ്പോൾ യാക്കോബ് പ്ലാൻ ചെയ്ത പോലെയൊക്കെയായിരുന്നു കാര്യം നടന്നിട്ടുണ്ട്. കാരണം അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. ആ അപ്പന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ്. എന്നാൽ പിന്നത്തതിൽ അവന് തന്റെ സഹോദരങ്ങളുടെ സുഖവിവരം അറിയാനായിട്ട് വന്നു. അവൻ സഹോദരങ്ങളുടെ പദ്ധതിക്ക് അനുസരിച്ച് കിണറ്റിലിടണം തോന്നി അവർ കിണറ്റിൽ, അവിടുന്ന് എടുത്ത് വിൽക്കണം തോന്നി അവർ വിറ്റു, അവരുടെ ആഗ്രഹം. അതിനുശേഷം അവനെ പോത്തിഫറിന്റെ വീട്ടിലേക്ക് വിട്ടു. പോത്തിഫറിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവിടെ അടിമയായിരിക്കുമ്പോൾ നമുക്കറിയാലോ, അടിമയായിരിക്കുന്ന യോസഫ് എന്ത് ജോലി ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് തീരുമാനിക്കുന്ന യജമാനാണ് തീരുമാനിക്കുന്നത്. ഏത് സമയത്ത് ഉറങ്ങണം, എപ്പോഴിറങ്ങണം, എന്ത് കാര്യം ചെയ്യണം, ഇതെല്ലാം യജമാനന്റെ നിർദ്ദേശവും യജമാനന്റെ വാക്കുകളും യജമാനന്റെ പദ്ധതിക്ക് അപ്പുറത്ത് ഇവനൊരു ലോകമില്ല. പിന്നത്തെ ചെയ്യാത്ത തെറ്റിന് കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ജയിലില് അവിടെ അതിന്റെ ജയിലിന്റെ മേലുദ്യോഗസ്ഥൻ അവൻ എന്ത് ചെയ്യണമെന്ന് അവരുദ്ദേശിക്കുന്നു. അതുപോലാണ് പിന്നെ യോസഫിന്റെ ജീവിതം. അപ്പൊ യോസഫിന്റെ ജീവിതത്തിൽ ഇതുവരെയും യോസഫ് ആഗ്രഹിച്ച പോലല്ല. യോസഫിന്റെ ജീവിതത്തിൽ ഓരോരോ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികൾ പ്രത്യക്ഷപ്പെട്ടു, അവര് നിശ്ചയിച്ച അനുസരിച്ചാണ് കാര്യം തീരുമാനിച്ചത്. എന്നാൽ പിന്നത്തതിൽ ഫറവോന്റെ മുമ്പിൽ നിന്ന് യോസഫിനോട് ഫറവോൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഫറവോനാകും,
യോസഫെ, നിന്റെ വാക്കുകൊണ്ടല്ലാതെ ഈ ദേശത്തിന് മേൽ ഒരുത്തനും ഒരു ചെറു വിരൽ പോലും അനക്കത്തില്ല. അങ്ങനെ തന്നെയാ പോത്തിഫർ പറഞ്ഞു. പോത്തിഫർ പറഞ്ഞത് എന്താ പറയുന്നത്, ഒരു അതിശയോക്തിയോടുള്ള ഒരു വാക്കല്ല. അവിടെ ഞാനത് പറയുമ്പോൾ അത് അല്പം അതിശയോക്തി കലർന്ന് പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കിവിടെ വചനത്തിൽ അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫറവോനാകുന്നു, പക്ഷെ നിന്റെ വാക്കില്ലാതെ, ആമേൻ, നിന്റെ വാക്കുകൂടാതെ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 41 അധ്യായത്തിൽ അതിന്റെ 40 വാക്യം, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. 44 വാക്യം, പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകും, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയും. അപ്പൊ ഇവിടെ ഇതുവരെയും യോസഫിന്റെ ജീവിതത്തിനകത്ത് യോസഫ് ആഗ്രഹിച്ച പോലല്ല, മറ്റുള്ളവരുടെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു യോസഫ്. പക്ഷെ ഇവിടെ യോസഫിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, യോസഫ് പറയുന്നത് പോലെ കാര്യം നടക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് വേറൊരു മിസ്റ്ററി അതിനകത്തുണ്ട്. ഈ യാക്കോബിന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോ യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് യോസഫിന്റെ ജീവിതത്തിൽ പിന്നത്തതിൽ സഹോദരങ്ങൾ അവനെ ഉപദ്രവിച്ചതും ഒക്കെ അവരോടത്ത് അവരുടെ പ്ലാൻ ആയിരുന്നു. പക്ഷെ ആക്ച്വലി അത് കർത്താവിന്റെ പ്ലാൻ. പോത്തിഫറിന്റെ ഭവനത്തിൽ അടിമയായി വന്ന് ജോലി ചെയ്ത് ആ കാലഘട്ടവും കർത്താവിന്റെ പ്ലാൻ. എന്നാൽ അവിടുന്ന് കാരാഗ്രഹത്തിലേക്ക് അവൻ പോകുന്നത് അതും കർത്താവിന്റെ പ്ലാൻ. പക്ഷെ അതെല്ലാം കർത്താവിന്റെ പദ്ധതി ആയിരുന്നുവെങ്കിൽ പോലും നമുക്കറിയാം ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിന്റെ ആ ഒരു എക്സ്ട്രീം പ്ലാനിനനുസരിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം നയിക്കപ്പെടും. അവസാനം യോസഫ് ഇപ്പൊ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, യോസഫ് പറയുന്ന പോലെ കാര്യം നടക്കുക. അങ്ങനെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കൾ, ദൈവമക്കളായി തീരുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലരാലും സ്വാധീനിക്കപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായ ഒരു ആശയമില്ല, സ്വന്തമായ ഒരു ജീവിത രീതിയില്ല, സ്വന്തമായ ഒരു ജീവിതശൈലിയില്ല. കാരണം പണമില്ല, കഴിവില്ല, അധികാരമില്ല. നമ്മൾ എവിടേക്കാണോ നമ്മുടെ ജീവിതത്തിനകത്ത് കഴിവുകളും പ്രാപ്തിയും വേണ്ടത്, അവിടെ ഒന്നും പ്രശംസിക്കാനായിട്ടോ അവിടെ നമുക്കൊന്നും എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് ധൈര്യത്തോടെ പറയാനായിട്ട് ഒരു സാഹചര്യം ഇല്ലാതിരിക്കെ, അതിന് നടുവിൽ ഇറങ്ങി വന്ന് കർത്താവിന്റെ കരം വെളിപ്പെട്ട് കഴിഞ്ഞ് ദൈവ മക്കളായി തീരുമ്പോൾ, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പദവിയിലേക്കായി തീരുമ്പോൾ, ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, അതൊരു അധികാരം. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് കാത്തിരിക്കുന്നവരല്ല നിങ്ങൾ, അടുത്തത് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾ മറക്കരുത്. ഇനി എന്ത് എന്ന് കാത്തിരിക്കുന്നവരല്ല, ഇനി എന്ത് സംഭവിക്കുമെന്ന്, ഇനി എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നവർ. അത് മറക്കരുത്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അടിസ്ഥാനമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും ഏത് അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിൽ വാട്ട് ഈസ് നെക്സ്റ്റ്, ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അത് എന്റെ പ്ലാൻ അല്ല, ദൈവത്തിന് അത് മനുഷ്യരുടെ പ്ലാൻ അല്ല. ഇനി എന്തെന്നുള്ളത് ലോകത്തിന്റെ പ്ലാൻ അല്ല. ആമേൻ. ക്രിസ്തുവിലായ ഞാനാണ് തീരുമാനിക്കുന്നത്. അതായത് ആത്യന്തികമായി പറഞ്ഞാൽ ദൈവമാണ് തീരുമാനിക്കുന്നതും. പക്ഷെ ഹല്ലേലൂയ, ദൈവം ഞാൻ പറയുന്ന പോലെ. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവ മക്കൾ എന്ന് പറയുന്ന ആ വലിയ പദവിയില്ലേ, ആ പൊസിഷൻ, അത് നിങ്ങൾ തിരിച്ചറിയാതെ പോകും. അപ്പോൾ ആ പദവിയെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ വചനത്തിൽ വായിച്ചതും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അധികാരം. ഈ മക്കൾ എന്ന് പറയുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 3-ാമത്തെ അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിനെ പകരുന്നത്, വാഗ്ദത്ത നിവൃത്തിയെ കുറിച്ചൊക്കെ. എന്നാൽ 3-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനുള്ളവരെങ്കിലും നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ. ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ. എന്നിട്ട് തുടർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവകാശി സർവത്തിനും യജമാനെങ്കിലും. അവകാശി സർവത്തിനും യജമാനൻ. അവിടെ പറയുന്ന ഒരു കാര്യം, അവകാശിയുടെ പദവി എന്താണ്? സകലത്തിനും യജമാനനാണ് അവകാശി. ഈസ് എയർ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ഓൾ തിങ്. അവകാശി സർവത്തിനും യജമാനൻ. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ആരാണ്? അവകാശികൾ. ദൈവത്തിന്റെ മക്കൾ ആരാണ്? അവകാശികൾ. അതെ, ഹല്ലേലൂയ. നമുക്ക് റോമാലേഖനത്തില് അതിന്റെ 8-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: നാം മക്കളെങ്കിലും അവകാശികളും. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം മക്കളാ. അപ്പൊ എങ്ങനെയാ മക്കളായി തീർന്നത്? 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു. അങ്ങനെ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരായി നിങ്ങൾ, പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉള്ളത് കൊണ്ട്
ഹല്ലേലൂയ. നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത പുത്രത്വത്തിന്റെ ആത്മാവായതുകൊണ്ട് തന്നെ നിങ്ങൾ മക്കളാണ്. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ഇഫ് യു ആർ സൺസ് യു ആർ എയർ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ അവകാശികൾ. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിങ്ങൾ ആരാണ്? നിങ്ങൾ മക്കളാണ്, അവകാശികളാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിങ്ങൾ അവകാശി ആരാണ്? സർവത്തിനും യജമാനൻ. സർവത്തിനും യജമാനൻ. നമ്മൾ കണ്ട് യോസഫിനെ ഫറവോൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ മിസ്രൈമിൻ ദേശത്തിന് മുഴുവൻ നിന്നെ അധിപതിയാക്കിയിരിക്കുക. നിന്റെ വാക്കുപോലെ ആയിരിക്കും ഇനി ഈ രാജ്യത്തിലെ കാര്യങ്ങൾ നയിക്കപ്പെടുന്നത്. അതുപോലെ അവനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫറവോനാക്കി. അവിടെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന വ്യക്തിയായിട്ട്. ഇവിടെ പറയുന്നത് നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. അവകാശി എങ്കിൽ നിങ്ങൾ ആരാണ്? അവകാശി സർവത്തിനും യജമാനൻ. അവകാശി സർവത്തിനും യജമാനൻ. ഇത് ഗലാത്യ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തില് 7-ാം വാക്യം. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശി. പുത്രന്മാർക്കുള്ളതാണ് അവകാശം. അവകാശി. നമുക്കറിയാം അബ്രഹാമിന് മക്കള് ഉണ്ടായിരുന്നു, പക്ഷെ മക്കളിൽ ഇസഹാക്കാകുന്ന മകനെയാണ് അവകാശി. ഇസഹാക്കിന് 2 മക്കൾ ഉണ്ടായിരുന്നു. യാക്കോബ് അവകാശി. അപ്പൊ ഈ അവകാശി എന്ന് പറയുന്നതിനെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പുത്രനെങ്കിൽ സൺസ്, മക്കൾ എന്നല്ല പുത്രൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും 2 വിധത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പുത്രൻ എന്ന് പറയുന്നതും മക്കൾ എന്ന് പറയുന്നതും. മക്കൾ എല്ലാവരും അവകാശികളാകത്തില്ല. മക്കളല്ല അവകാശി, പുത്രനാണ് അവകാശി. സീഡ്, ഇംഗ്ലീഷിൽ സീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മക്കളായതുകൊണ്ട് എല്ലാവരും അവകാശികളാകത്തില്ല. ആ യഹൂദ ക്രമം അനുസരിച്ച് മൂത്ത പുത്രനാണ് സന്തതി അല്ലെങ്കിൽ പുത്രൻ എന്ന പദവിക്ക് യോഗ്യനായിത്തീരുന്നത്. പുത്രൻ എന്ന് പറഞ്ഞാല് അപ്പന്റെ അവകാശങ്ങളെല്ലാം അവകാശമാക്കുകയും അപ്പന്റെ പിന്തുടർച്ചക്കാരനായിട്ട് മാറുന്നത് ഈ സന്തതിയാണ്, സീഡ്. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പുത്രനെങ്കിൽ, നിങ്ങൾ സന്തതികളെങ്കിൽ നിങ്ങൾ അവകാശികൾ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ സന്തതികളാണ്, സീഡ്. അബ്രഹാമിന്റെ സന്തതിയാണ്. നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: അബ്രഹാമിനും അവന്റെ സന്തതിക്കും, മക്കൾക്കെന്നല്ല സന്തതിക്ക്, സന്തതി, സീഡ്. അതായത് അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരൻ നിങ്ങൾ ഞാനും ആരാന്നറിയാമോ? മക്കൾ എന്നതിനപ്പുറത്ത് സന്തതികളാണ്, സന്തതികൾ. അത് ഹല്ലേലൂയ, ആമേൻ. അത് വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, സന്തതി. അബ്രഹാമിന്റെ ഹല്ലേലൂയ സന്തതി. ഗലാത്യ ലേഖനം 3:29. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി, വാഗ്ദത്ത പ്രകാരം അവകാശികൾ. അപ്പൊ നിങ്ങൾ ഞാനും ആരാ? സന്തതികൾ. അതായത് നിയമപ്രകാരമായി പിതാവിന്റെ അവകാശത്തിന്റെ പിന്തുടർച്ചക്കാരാണ് സന്തതി. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ സന്തതികൾ എന്ന് മനസ്സിലാക്കുമ്പോ ഹല്ലേലൂയ ആ ഒരു പദവിയെ നമ്മൾ മനസ്സിലാക്കുന്നതോടെ ശരീരത്തിന് മേൽ, നമ്മുടെ ആരോഗ്യത്തിന് മേൽ, നമ്മുടെ സമ്പത്തിന് മേൽ, നമ്മുടെ ഭാവിയുടെ മേൽ, നമ്മുടെ ജീവിത നിലവാരത്തിനുമേൽ, ജീവിത സാഹചര്യത്തിന് മേൽ പിശാചിനല്ല അധികാരം, സാഹചര്യങ്ങൾക്കല്ല അധികാരം, ഹല്ലേലൂയ, ചുറ്റുമുള്ളവർക്കല്ല അധികാരം. സന്തതികളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. പിതാവിന്റെ സകല അധികാരവും ചുമക്കുന്നവരാണ്. പിതാവിന്റെ സകല വാഗ്ദത്തങ്ങൾക്കും അവകാശികളാണ് നിങ്ങൾ. പിതാവിന്റെ സകല ആമേൻ സമ്പത്തിനും അവകാശികളാണ് നിങ്ങൾ. ഹല്ലേലൂയ. അത് നമ്മൾ ഓരോരുത്തരും പുത്രത്വം പ്രാപിച്ചവരാ, സന്തതികളാണ്. സന്തതി സകലത്തിനും യജമാനനാണ്, അവകാശി സർവത്തിനും യജമാനൻ. പുത്രനെങ്കിൽ നിങ്ങൾ അവകാശികളാണ്, അവകാശികൾ സർവത്തിനും യജമാനൻ. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? യജമാനന്മാർ. അപ്പൊ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ ദുരാത്മാക്കളോട് കൽപ്പിച്ചു. ഇപ്പൊ യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനെ ശക്തി വസിച്ചു എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10:38 കാണുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: പിതാവായ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും, അതുകൊണ്ട് ദൈവം അവനോട് കൂടിരുന്നതും, അതുകൊണ്ട് അവൻ ദുരാത്മാവ് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കി നന്മ ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞുമായ വിവരമെല്ലാം നമ്മൾ അറിയുന്നല്ലോ. അതാണ് പത്രോസ് പറയുന്നത്. അപ്പൊ അവിടെ യേശുവിൽ ഉണ്ടായിരുന്ന അഭിഷേകത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും ഉണ്ടായിരുന്ന അഭിഷേകം എന്നാണ്. എന്നാൽ ലൂക്കോസിന്റെ 4:14 കാണുന്നവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. നമുക്ക് അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കും. രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവശക്തി അവന്റെ മേലുണ്ടായിരുന്നു. രക്തസ്രാവക്കാർ യേശുവിനെ തൊട്ട് അവങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പൊ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ശക്തി എപ്പോഴാണോ ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ കൽപ്പിച്ചത് അധികാരത്തോടെ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ മക്കളാണ്. ഹല്ലേലൂയ. നമ്മൾ മക്കൾ എന്നതിൽ നിന്ന് ഒരു പടി കൂടെ
ഉയർന്ന നിലയിൽ സന്തതികളാണ്. സീഡ് നമ്മൾ സീഡാ, ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ സന്തതിയാണ്. ദൈവത്തിന്റെ സകല അധികാരവും സകല ശക്തിയും സകല ബലത്തെയും സകല കൃപകളെയും സകല പവറിനെയും സകല പദ്ധതികളെയും ചുമക്കുന്നവരാണ് നാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വിശ്വാസം എന്ത് ചെയ്യുന്നതെന്നറിയാമോ? വിശ്വാസം കൊണ്ട് നമ്മളിൽ ഒരു കാര്യം നടക്കണം. നമുക്ക് പ്രാപിക്കുവാനുള്ള അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കണം. അതെ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ പദ്ധതിയാണ്. നിങ്ങൾ ശുശ്രൂഷകരാണോ? നിങ്ങളകത്ത് വലിയ ശുശ്രൂഷകളെ പദ്ധതി കാണണം. വലിയ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അതിലേറ്റവും ശ്രേഷ്ഠകരമായി നിർത്തുക എന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. കാരണം യു ആർ സീഡ്സ്, നോട്ട് ചിൽഡ്രൻ, യു ആർ സീഡ്സ്. നിങ്ങൾ സന്തതികളാണ്. ആമേൻ. പിതാവിന്റെ അതേ മഹത്വത്തെ, പിതാവിന്റെ അതേ അധികാരത്തെ ചുമക്കുന്നവരെ. നിങ്ങളുടെ ശരീരത്തിന് മേൽ ഒരു രോഗവും ശാപവും വാണ് നിങ്ങളെ തകർക്കുവാൻ പിശാചിന് അധികാരമില്ല, രോഗത്തിന് അധികാരമില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദാരിദ്ര്യം കൊണ്ടുവന്ന് നിങ്ങളെ തകർത്ത് കളയാൻ ദാരിദ്ര്യത്തിന് അവകാശമില്ല. നിങ്ങളുടെ മേൽ ശാപം കൊണ്ടുവന്നിട്ട് നിങ്ങളെ തകർത്ത് കളയാൻ ശാപത്തിന് അധികാരമില്ല. നിങ്ങളുടെ മേൽ പരാജയം കൊണ്ടുവന്നിട്ട് നിങ്ങളെ തകർത്ത് കളയാൻ പരാജയത്തിന് അധികാരമില്ല. ഉത്കണ്ഠയും ആകുലതകളും നിങ്ങളെ തകർത്ത് കളയാൻ പിശാചിന് മാനസികമായി നിങ്ങളെ തകർത്ത് കളയാൻ ഉത്കണ്ഠകൾക്കോ നിരാശകൾക്കോ അധികാരമില്ല. യു ആർ എയർ ഓഫ് ഗോഡ്, then seed of God. നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളാണ്, ദൈവത്തിന്റെ സന്തതികളാണ്, ദൈവസന്തതികൾ. ആ ദൈവത്തിന്റെ സന്തതി എന്ന തിരിച്ചറിവ്, ദൈവത്തിന്റെ സന്തതികൾ എന്ന തിരിച്ചറിവ്, ആ സന്തതികൾ എന്ന നിങ്ങളുടെ ഉള്ളിൽ വരുന്ന തിരിച്ചറിവ് നിങ്ങളെ സകലത്തിനും യജമാനന്മാരാക്കി മാറ്റും. എന്താണ് യജമാനൻ? യജമാനൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ഒരു യജമാനൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിനപ്പുറത്തും ഇപ്പുറത്തും ഒരു കാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം ഏത് മേഖല യജമാനനാണോ അതിന് അവിടെ ഉള്ളവർക്ക് ആർക്കും അനുവാദം. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ യജമാനന്മാരാണ്. യു ആർ മാസ്റ്റേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് യു ആർ ദ മാസ്റ്റർ. നിങ്ങളാണ് അധികാരികൾ. സാഹചര്യങ്ങൾ നിങ്ങളെ തകർക്കുവാനോ സാഹചര്യങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കുവാനോ ശൂന്യമാക്കുവാനോ നിങ്ങളെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ അധികാരികളാണ്, സർവത്തിനും യജമാനന്മാരാണ്. ക്രിസ്തുവിലായ നിങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, സാഹചര്യങ്ങളാൽ ചുറ്റപ്പെട്ട് തകർന്നു പോകേണ്ടവരല്ല നിങ്ങൾ. ആമേൻ. വചനം പറയുന്നത് അവകാശി സർവത്തിനും യജമാനനാണ്. അവകാശി സർവത്തിനും യജമാനനാണ്. സർവത്തിനും യജമാനൻ എന്ന് നിങ്ങൾ തിരിച്ചറിയും. അതായത് നമുക്കറിയാം, യേശു ക്രിസ്തു ശബത്ത് ദിവസം അവിടെ നിൽക്കുക. ശബത്ത് ദിവസം അവിടെ നിൽക്കുമ്പോ അവിടെ ദേവാലയത്തിനൊരു അവകാശിയുണ്ട്, അല്ലെ? മഹാപുരോഹിതൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി. പല പുരോഹിതന്മാരും ഉണ്ട്. പക്ഷെ ഇവരെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ 38 വർഷമായിട്ട് ഒരുവൻ അവിടെ കുളക്കരയിൽ കിടക്കാം, സൗഖ്യമില്ല. അവൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, മനസ്സില്ലാഞ്ഞിട്ടുമല്ല, അവൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സൗഖ്യം നടക്കുന്നു. മറ്റനേകർ സൗഖ്യം പ്രാപിച്ചു. ഇവന് 38 വർഷമായിട്ട് ഇവന്റെ കാര്യത്തിന് ഒരു വിടുതൽ. അപ്പൊ അവരുടെ ആ യേശു വന്ന് നിൽക്കുന്ന ശബത്ത് ദിവസം, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 6 ദിവസം ജോലി ചെയ്തവൻ 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരിക്കണം. 6 ദിവസം ജോലി ചെയ്ത കുഴപ്പമില്ല. 7-ാം ദിവസം വിശ്രമത്തിന് ഒരു പണിയും ചെയ്യരുത്. പണി ചെയ്യാൻ കഴിവുള്ളവൻ ഒരു പണി ചെയ്യരുത്. അതാണ് ശബത്തിന്റെ നിയമം. ജോലി ചെയ്യുന്ന 6 ദിവസം അധ്വാനിച്ചതിന്റെ ജോലിയൊക്കെയും ചെയ്യണം. 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരിക്കണം. ശബത്ത് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യത്തിന് അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. ആ ശബത്തിനെ അതിന്റെ നിലവാരത്തിൽ നിലനിർത്താനായിട്ട് അവർക്ക് ആവോളം അവർ ശ്രമിക്കുക. അവരുടെ അധികാരവും ശക്തിയും അതിനോട് ഉപയോഗിക്കും. ജോലി ചെയ്യുന്നവർ പോലും ചെയ്യരുത് എന്ന നിയമമാണ് ശബത്തിൽ. പക്ഷെ എന്റെ യേശു ശബത്തിന്റെ കർത്താവായിട്ട് അവിടെ വന്ന്, ഈസ് ദ ലോർഡ് ഓഫ് സാബത്ത്. ശബത്തിന്റെ കർത്താവായിട്ട് അവിടെ വന്നിട്ട് അവൻ ചെയ്ത കാര്യം എന്താ പറയുക? ഈ 38 വർഷം ജോലി ചെയ്യാത്തവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കിടക്കി എടുത്ത് നടത്ത അവനത് ചെയ്തിട്ടില്ല. അന്ന് അവനെ കൊണ്ട് ചെയ്യിച്ചു. കൂനിയായ സ്ത്രീ നിവർന്നിട്ടില്ല, നിവർന്ന് നിൽക്കാൻ പറഞ്ഞു. വരണ്ട കൈയുള്ള മനുഷ്യൻ കൈ നീട്ടിട്ടില്ല, അവനോട് കൈ നീട്ടാൻ പറഞ്ഞു. കുരുടന് കണ്ണ് കാഴ്ച കിട്ടിട്ടില്ല, കണ്ണ് ചേറ് പൂശിയിട്ട് പോയി കഴുകാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ഒരു കർത്താവ് മാസ്റ്റർ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ക്രമങ്ങളാൽ പിടിക്കപ്പെട്ട് അടിമകളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സുവിശേഷത്തിനു വേണ്ടി, ദൈവരാജ്യത്തിന്റെ ദൈവിക പദ്ധതിയുടെ സൗഖ്യം, വിടുതൽ, അധികാരം, സ്വസ്ഥത, നന്മ, ആമേൻ, ഹല്ലേലൂയ, സമൃദ്ധി, സകല മേഖലകളിലെയും സമൃദ്ധി. That is God's plan about you. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. അവകാശികൾ. യു ആർ എയർ ഓഫ് ഗോഡ്.
അവകാശികൾ. അതിനകത്ത് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് അതിനകത്തില്ല. ഇല്ല, നിങ്ങൾ അവകാശികൾ. ആമേൻ. നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശിയാണ്. അവകാശിയാണെങ്കിൽ സർവത്തിനും യജമാനൻ. ആരാണ് അവകാശി? പുത്രനെങ്കിൽ അവകാശി, അവകാശിയെങ്കിൽ നിങ്ങൾ യജമാനന്മാർ. ഹല്ലേലൂയ. അപ്പോൾ യജമാനൻ എന്താ ചെയ്യേണ്ടത്? യജമാനൻ തന്റെ ഹല്ലേലൂയ അധികാര പരിധിയിലുള്ളതിനെല്ലാം നിയന്ത്രിക്കണം. അലസമായിരിക്കരുത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്, നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു പദവിയുണ്ട്. നിങ്ങൾ പുത്രന്മാരാ, പുത്രന്മാരെങ്കിൽ അവകാശികളാ, അവകാശി സർവത്തിനും യജമാനനാ. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന് മേൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന് മേൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ശരീരത്തിന് മേൽ, നിങ്ങളുടെ സമ്പത്തിന് മേൽ, നിങ്ങളുടെ ദർശനത്തിന് മേൽ, നിങ്ങളുടെ ഭാവിയുടെ മേൽ, നിങ്ങളുടെ ആയുഷ്യന് മേൽ, നിങ്ങളുടെ ജീവന്റെ മേൽ, നിങ്ങൾക്കുള്ള വീട് മേൽ നിങ്ങൾക്ക് ഒരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഉപയോഗിക്കുക. അവകാശി സർവത്തിന്റെയും യജമാനനാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പവർ ആൻഡ് അതോറിറ്റി, നിങ്ങൾ മക്കളായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പിതാവിന്റെ അധികാരമെല്ലാം ചുമക്കുന്നവർ. നിങ്ങൾ എന്ത് ചെയ്യണം? അധികാരത്തെ ഉപയോഗിക്കണം. അതെ, ഹല്ലേലൂയ. അത്ഭുതങ്ങളെ, ചുറ്റുപാടുകളിൽ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്നവരായിട്ട് നിങ്ങൾ മാറണം. യെസ്, ഹല്ലേലൂയ. രോഗസൗഖ്യം നിങ്ങളുടെ അവകാശം, നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. സമൃദ്ധി നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളത് പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളത് പറഞ്ഞാൽ അത് വെളിപ്പെട്ടിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക വചനത്തിനായ സ്തോത്രം. ഞങ്ങള് പുത്രന്മാരും അവകാശികളും യജമാനന്മാരുമാണെന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ആ യജമാനന്മാരാണെന്നുള്ളത്, ആ പദവിയെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളോട് പ്രതികരിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. തളർന്നിരിക്കുന്ന മേഖലകളെല്ലാം അവർ എഴുന്നേൽക്കട്ടെ കർത്താവേ. സാമ്പത്തികമായ ദാരിദ്ര്യം കർത്താവെ, വലിയ ദർശനത്തോടെ നിന്നിട്ട് ഒരു വിധത്തിലും അതിന് ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയും. എല്ലാ വാതിലും അടഞ്ഞു കിടക്കുന്ന അവസ്ഥ യേശുവിന്റെ നാമത്തിൽ ഇത് മാറട്ടെ കർത്താവ്. വാതിലുകൾ തുറന്നു വരാൻ കൽപ്പിക്കുന്നു, വാതിലുകൾ തുറന്നു വരാൻ കൽപ്പിക്കുന്നു, വാതിലുകൾ തുറന്നു വരാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, മാനുഷികമായ നിലയെ നോക്കുമ്പോൾ നാച്ചുറലായിട്ടും സൂപ്പർ നാച്ചുറലായിട്ടും അവർക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ, സാമ്പത്തികമായ മേഖലകളുടെ വാതിൽ തുറക്കപ്പെടട്ടെ. അവരുടെ കയ്യിൽ അത് ലഭിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം, ലഭിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. രോഗികളായിട്ട് എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തില് രോഗികളായിരിക്കുന്ന ഓരോരുത്തരുമേലും സൗഖ്യദായകന്റെ കരം ഇപ്പോൾ തന്നെ ഈ നിമിഷം നീട്ടി അവരെ സ്പർശിച്ച് സൗഖ്യമാകാനായിട്ട് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വെളിപ്പെടട്ടെ, സൗഖ്യം വെളിപ്പെടട്ടെ. അടിപ്പിണറുകളാൽ സൗഖ്യം, അടിപ്പിണറുകാൽ ഉണ്ടായ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ശരീരത്തിന് മേൽ വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായ സ്തോത്രം. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിനെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച യേശുക്രിസ്തുവിനെ വിശ്വസിച്ച നിങ്ങൾ മക്കളാണ്. മക്കളെങ്കിൽ അവകാശി, അവകാശി സർവത്തിനും യജമാനൻ. യെസ്, നിങ്ങളുടെ അകത്തൊരു അധികാരമുണ്ട്, ശക്തിയുണ്ട്. തിരിച്ചറിയുക, ജയത്തോടെ ജീവിക്കുക. ഗാഡ് ബ്ലസ് യു. ആമേൻ.